بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاكرين الشاكرين والحمد لله رب العالمين. صوموا لرؤيته وافطروا لرؤيته فإن غم عليكم فأكملوا العدة 30 صدق رسوله الكريم الأمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فوق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. മാതൃണീയരായ സത്യവിശ്വാസികൾ, പ്രിയപ്പെട്ട മതവിദ്യാർത്ഥികൾ, കാരണവന്മാർ, സഹോദരീ സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാൽ അവൻ ഏറ്റവും ആദരിച്ച വിശുദ്ധ റമളാൻ മാസത്തിൽ സൃഷ്ടിക്കും സൃഷ്ടാവിനും ഇടയിൽ രഹസ്യബന്ധം ഊട്ടിയുറപ്പിക്കുന്ന നോമ്പ് അനുഷ്ഠിച്ച ശേഷം അല്ലാഹുവിൻ്റെ ഹബീബ് സുന്നത്തായി കാണിച്ചു തരികയും മഹാന്മാരായ സ്വഹാബാ കിറാം മദീന, മക്ക, ഹറം പള്ളികളിലൂടെ അനുവർത്തിക്കുകയും കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മഹാന്മാർ അനുഷ്ഠിച്ചു കാണിച്ചു നൽകുകയും അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്ത 20 റക്അത്ത് തറാവീഹ് നിസ്കാരവും കഴിഞ്ഞ് ഭൗമോപരിതല സദസ്സുകളിൽ അല്ലാഹു ഏറ്റവും ആദരിച്ച ഇൽമിന്റെ സദസ്സിൽ പ്രാർത്ഥനക്ക് ഉത്തരത്തിന് ഏറ്റവും യോജിച്ച പാതിരായോടടുത്ത സമയത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു പരലോകത്തുപകരിക്കുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കി തരട്ടെ.
നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നാം നമ്മുടെ സംഘടന നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ആദർശ ബന്ധത്തിൽ പെട്ട് മരണപ്പെട്ടു പോയ മുൻഗാമികൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, സഹകാരികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പതിവ് പോലെയുള്ള നമ്മുടെ വഅദ് പരമ്പര, അതിൽ ഇസ്ലാമിലെ ആചാരങ്ങൾ എന്ന വിഷയമാണ് സംഘാടകർ ഇന്നേക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. വിഷയം പല ഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ട, ചർച്ച നടത്തേണ്ട, അറിയൽ അനിവാര്യമായ വിഷയമാണ്. അതോടൊപ്പം അല്പം വൈപുല്യമുള്ള വിഷയവും കൂടെ. എല്ലാ രംഗത്തേക്കും ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്യാൻ നമ്മുടെ പരിമിതമായ സമയം മതിയാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചില ആചാരങ്ങളും അതിന് ഇസ്ലാമുമായിട്ടുള്ള ബന്ധവും തൽക്കാലം ഇന്ന് ചർച്ച ചെയ്ത് ബാക്കി നമുക്ക് സന്ദർഭം പോലെ ആകാം. ഏതായാലും ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുക്കാൻ കാരണം, മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ ശൈലിയിൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാനൊരാചാരമായി സ്വീകരിച്ച് ചെയ്യുക എന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ്. മറിച്ച് വിശുദ്ധ ഇസ്ലാം ലോകത്തെ ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തമായ കാഴ്ചപ്പാടും അതിനനുസരിച്ച ഭരണഘടനയും വ്യവസ്ഥയും ഉള്ള അന്തസ്സുള്ള മതമാണ്. സൃഷ്ടികളെ സംവിധാനിച്ച അല്ലാഹുവാണ് മതത്തിന്റെയും സംവിധായകൻ എന്നതുകൊണ്ട് മുസ്ലിമായ ഒരു വ്യക്തി എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതൊക്കെ ആചാരങ്ങൾ അവൻ അനുഷ്ഠിക്കണം, അതിനവന് നൽകുന്ന ചേതോവികാരം എന്തായിരിക്കണം, അതേത് രൂപത്തിലാവണം എന്നത് വ്യക്തമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിന് മാതൃക കാണിക്കാൻ വേണ്ടിയാണ് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. കാലികമായ മാറ്റങ്ങളോടുകൂടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലനമില്ലാതെ 1.25 ലക്ഷം പ്രവാചകന്മാർ നടത്തിയ പ്രബോധനത്തിന്റെ സമാപനം കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമായി പിടിച്ച് 23 വർഷക്കാലം കൊണ്ട് കാണിച്ചു കൊടുത്ത വിശ്വാസ കർമാചാരാനുഷ്ഠാനങ്ങൾ, ആ 23 കൊല്ലക്കാലത്തെ പ്രവാചകരിൽ നിന്ന് കണ്ടു പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബാ കിറാം തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ, സ്വഹാബത്തിൽ നിന്ന് ശരിക്കും പ്രാക്ടിക്കൽ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി അടുത്ത തലമുറക്ക് കൈമാറിയ മുൻഗാമികളിൽ നിന്ന് അങ്ങനെ തന്നെ അത് കോപ്പിയടിച്ച് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പകർത്തി ശുഷ്കാന്തിയോടുകൂടെ അടുത്ത തലമുറക്ക് നൽകിയ മഹാന്മാരായ അയിമ്മത്തുകൾ. ഈ അയിമ്മത്തുകൾ ഒരിക്കലും ഈ വിശ്വാസ കർമ്മ ആചാരങ്ങളിൽ മായം ചേർക്കപ്പെടരുത് എന്ന് മനസ്സിലാക്കി ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ച് അടുത്ത തലമുറക്ക് നൽകിയ ഒരുപാട് രേഖകൾ, ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം ആധുനിക മുസ്ലിംകളുടെ ജീവിതം വേണ്ടത്. പക്ഷേ വേണ്ടതുപോലെ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കാൻ ബാഹ്യശക്തികൾ സമ്മതിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ അത്ര കഥയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താത്തത് കൊണ്ടോ ആധുനിക യുഗത്തിലെ മുസ്ലിംകൾ ഇസ്ലാമിന്റെ സുന്ദരമായ ആചാരങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും പരിഷ്കാരങ്ങളിൽ നിന്നും അല്പാൽപമായി അകന്നുപോയി വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെ
5 വഖത്ത് നിസ്കാരത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് മുസ്ലിംകൾക്കിടയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മതം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വിശാലമാണ്. ഒരു മനുഷ്യൻ ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സമയം, ആ സമയത്ത് അവന്റെ വലത്തെ ചെവിയിലെ ബാങ്കും ഇടത്തെ ചെവിയിലെ ഇഖാമത്ത് മുതൽ തുടങ്ങി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ആചാരങ്ങളും സ്വന്തം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് സാമൂഹ്യ ബാധ്യതയാക്കി വെച്ചു കൊടുത്തുകൊണ്ടാണ് ഒരു ഭൗതിക ലോകത്തേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നതെങ്കിൽ ആ ബാങ്കും ഇഖാമത്തും എന്ന ആചാരത്തിന് പുറകിൽ അവന്റെ വയറ്റിലേക്ക് ആദ്യമായി എത്തുന്ന ബറക്കത്തുള്ള ഭക്ഷണമാകണമെന്നതുകൊണ്ട് കാരക്കയും മറ്റുമൊക്കെ ചവച്ചു വെച്ചു കൊടുക്കുന്ന ആചാരത്തിലൂടെ തുടങ്ങി ആ കുഞ്ഞിന്റെ കുട്ടിക്കാലത്ത് തന്നെ മാർക്ക കല്യാണം എന്ന ചേലാകർമ്മം ചെയ്യലിലൂടെ വന്ന് ആചാരങ്ങൾ അങ്ങനെ നീങ്ങി നീങ്ങി മരണത്തോട് മല്ലടിക്കുമ്പോൾ അവന്റെ ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുക്കുന്നിടം പോരാ, അവന്റെ മയ്യിത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് ചൊല്ലി മൂടുകല്ലുകൾ വെച്ച് പിരിയുന്നത് വരെ വിശുദ്ധ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഓരോ സ്ഥലത്തും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങളുടെ പ്രത്യേകത ഏതെടുത്തു നോക്കിയാലും സൃഷ്ടാവാകുന്ന അല്ലാഹുവുമായി ബന്ധപ്പെടുത്തുന്ന ആചാരങ്ങളാണ്, ബന്ധപ്പെടുത്തുന്ന കർമ്മങ്ങളാണ്. 24 മണിക്കൂറും ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ അടിമയാണ്, എനിക്കൊരുടമയുണ്ട് എന്ന ചിന്ത പോകാൻ പാടില്ല. 24 മണിക്കൂറിലും എന്റെ യജമാനനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എനിക്ക് വസ്ത്രം നൽകുന്നത്, അവനാണ് എനിക്ക് ആരോഗ്യം നൽകുന്നത്, അവനാണ് എനിക്ക് സമ്പത്ത് നൽകുന്നത്, അവനാണ് എന്നെ ജനിപ്പിച്ചത്, അവനാണ് മരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചുകൂടാ എന്ന ബോധം അവന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അർഹമുർ റഹീമായ റബ്ബ് അവൻ ഉദ്ദേശിച്ചത് കൊണ്ടാണല്ലോ ഇത്ര സുഭിക്ഷമായ ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമായി കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ഛർദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, വയറ് സ്തംഭിക്കുന്നില്ല, കൊല്ലിയിൽ കെട്ടി നിൽക്കുന്നില്ല, നെഞ്ഞിൽ കെട്ടി വിഷമിക്കുന്നില്ല, സുഖമായി ഇറങ്ങിപ്പോയി. അൽഹംദുലില്ലാഹ്, വിശപ്പടങ്ങിയതാ. അല്ലാഹുവിന്റെ ഖുദ്റത്താണ്, ബന്ധം വിച്ഛേദിച്ചുകൂടാ. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ. അവിടെ വെച്ച് അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കും. കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ കെട്ടിക്കിടന്നാൽ ഗോഡൌണിൽ കിടക്കുന്ന പഴയ സാധനങ്ങളെ പോലെ അസ്വസ്ഥത സൃഷ്ടിക്കും ഉറപ്പാണ്. ടൈമെത്തുമ്പോൾ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചണ്ടിയായി മാറിയിട്ടുണ്ട്. ഇനി ആ വേസ്റ്റിനെ പുറത്തേക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അബദ്ധമാകും. കടിക്കുന്ന ബിരിയാണിയാണ്, ആ ബിരിയാണി വയറ്റിലെത്തിയപ്പോൾ എന്തോ ഒരു റാഹത്ത്, ക്ഷീണം മറന്നു, വിശപ്പ് പോയി. പക്ഷേ അത്ര സന്തോഷമുണ്ടാക്കിയ ബിരിയാണി ഇനി അത് വയറ്റിൽ കെട്ടിക്കിടന്നാൽ ശരീരത്തിന് തകരാറോ. അതുകൊണ്ട് അത് പുറന്തള്ളപ്പെടണം. വേണ്ടത് സുരക്ഷതയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് അവൻ കടക്കുമ്പോൾ അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. കാരണം അവിടെ കയറിയിരുന്നാൽ അവന്റെ പ്രവർത്തനം സുഖമായിട്ട് നടക്കണം. അതെന്റെ പണിയിൽപ്പെട്ടതല്ല, എന്റെ കഴിവിൽപ്പെട്ടതല്ല, അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. നാം കേറുമ്പോൾ ആ വചനം ഉരുവിടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴോ നല്ല റാഹത്ത് തോന്നുന്നു, നല്ല സുഖം തോന്നുന്നു. ഇല്ല, സുഖം നൽകിയവൻ അല്ലാഹുവാണ്, മറക്കാൻ പാടില്ല. ഗുഫ്റാനക അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ബഅനി അദാ വഅഫനി. ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ
വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങൾ എവിടെയും പോകുന്നില്ല. എല്ലാ രംഗത്തും അത് നമ്മെ പിന്തുടരുകയാണ്. എല്ലാ രംഗത്തും അല്ലാഹു ഓർക്കുന്ന ആചാരങ്ങൾ ആവശ്യമാണ്. ഏത് ആചാരം ഇസ്ലാമിന്റെ അടുത്ത് പരിശോധിച്ചു നോക്കിയോ അല്ലാഹു ഓർക്കാൻ വേണ്ടിയാകും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. ഉദാഹരണത്തിന് നോക്കിക്കോ, നിസ്കാരം ഒരാചാരമാണ്, നോമ്പ് ഒരാചാരമാണ്, സക്കാത്ത്, ഹജ്ജ്, ഏത് കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ നിർബന്ധമാക്കുന്നിടത്ത് കാണാം അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിസ്കരിക്കണം. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലാഹു ഓർക്കലുണ്ടോ വേറെ വിഷയം. എന്നാലും അല്ലാഹു പറയുന്നത് എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ ഉദ്ദേശം അല്ലാഹുമായി ബന്ധം സ്ഥാപിക്കലാണ്, ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്ത ഉണ്ടാക്കലാണ്. സകാത്തോ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും, ഹൃദയം ശുദ്ധീകരിക്കലാണ്, അല്ലാഹുമായി അടുപ്പിക്കലാണ്. നോമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുമായി അടുപ്പിക്കാനാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയത്തിന് ഉടമകളാക്കാൻ വേണ്ടിയാണ്. ഹജ്ജോ കയൗമ വലദതുഹു ഉംബുഹു, പാപങ്ങളിൽ നിന്ന് മുക്തനായി നിഷ്കളങ്കനായി പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തിന്റെ അധികാരാകാൻ വേണ്ടിയാണ്. ഈ 4 കാര്യങ്ങളും അതിന്റെ തുടക്കത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യത്തെ കാര്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആദ്യമായി അവൻ ചെയ്യേണ്ട ഒരു ആചാരം ഏതാണത്? അഷ്ഹദു, റബ്ബേ എന്റെ മനസ്സിൽ ദൂഢമൂലമായ ഉറച്ചു വെച്ച ആശയം ഞാനിതാ നാവ് കൊണ്ട് തുറന്നു പറയുന്നു, അൻ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഏത് കർമ്മമാകട്ടെ, ഏത് പ്രവർത്തനമാകട്ടെ, ഒരു മുസ്ലിമിന്റെ പ്രവർത്തനമാകുമ്പോൾ അല്ലാഹ് അല്ലാഹ് ഈ ചിന്ത വരുന്ന, അല്ലാഹു പൊരുത്തപ്പെടുന്ന, സൃഷ്ടാവാകുന്ന അല്ലാഹു പറഞ്ഞതനുസരിച്ചുള്ള പ്രവർത്തനം ആകുമ്പോഴേ പൂർണ്ണ മുസ്ലിമാകുന്നുള്ളൂ. വേഷം ധരിക്കുന്നിടത്ത് വേണം, സംസാരിക്കുന്നിടത്ത് വേണം, ഡയലോഗ് ഉപയോഗിക്കുന്നിടത്ത് വേണം, ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് വേണം, സമ്പത്ത് സമ്പാദിക്കുന്നിടത്ത് വേണം, അത് ചെലവഴിക്കുന്നിടത്ത് വേണം. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങളാകണം പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ശരിക്കും തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. എങ്ങനെയെങ്കിലും എന്ന് ഞാനും വല്യാപ്പളുടെ ആളാ, അല്ലെങ്കിൽ ഞാനും മാപ്പിള ജാതിയാ, പക്ഷേ മാപ്പിള ജാതിയാണെന്ന് തിരിയണമെങ്കിൽ ഒരുപക്ഷെ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിക്കേണ്ടി വരും, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുത്ത് പേര് നോക്കണം. ചിലപ്പോൾ ഇപ്പൊ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഷാജനും സാജുവും തുടങ്ങി. ഇതിപ്പോ മുസ്ലിമോ ഹിന്ദുവോ തിരിയാത്ത പേരുകളടക്കം, ആണും പെണ്ണും തിരിയാത്ത പേരടക്കം പാസ്പോർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരിക്കട്ടെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും കാനേഷുമാര് മുസ്ലിമായാൽ പോരാ, തഖ്വ ചെയ്യേണ്ട വിധത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണം. എന്നിട്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ആരും മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. ഇത് പറഞ്ഞ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് കാണാം, ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ. മുസ്ലിമാണോ 100% മുസ്ലിമാകണം. ജീവിതത്തിന്റെ അടക്കത്തിലും അനക്കത്തിലും ഇരുത്തത്തിലും നൃത്തത്തിലും എല്ലാ രംഗത്തും മുസ്ലിമാകണം. അവന്റെ വസ്ത്രം കണ്ടാൽ ഇസ്ലാമിന്റെ വേഷമാകണം, സംസാരം ഇസ്ലാമിന്റേതാകണം, അവന്റെ പ്രവർത്തനത്തിന്റെ ഓരോ ഘടകങ്ങളും ഇസ്ലാം അരിഞ്ഞു ചേർന്നതാകണം. ഇനി ആധുനിക മുസ്ലിങ്ങളെ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവന്റെ വേഷവിധാനങ്ങളിൽ നിന്ന് ഇസ്ലാം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു, സംസ്കാരങ്ങളിൽ നിന്ന് ഇസ്ലാം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു, കല്യാണ സൽക്കാര സദസ്സുകളിൽ നിന്ന് ഇസ്ലാമിന്റെ സംസ്കാരം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു, വേഷഭൂഷാദികൾ മറ്റേതോ ആളുകൾക്ക് പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ ധാരണയാണെങ്കിലോ അതിലൊന്നും ഇസ്ലാമിന് കാഴ്ചപ്പാടില്ല. ഇനി പെരുന്നാൾ വരാൻ പോവാൻ ഡ്രസ്സ് എടുക്കണം. ഏതാ വേണ്ടത്? എനിക്ക് പാൻസ് വേണം, ഷർട്ട് വേണം, എനിക്ക് ജീൻസ് വേണം, പൈജാമ വേണം, കുർത്ത വേണം, തുണി വേണം, ജുബ്ബ വേണം, മുണ്ട് വേണം, ഷർട്ട് വേണം. ഇതിനൊന്നും ഇസ്ലാമിന് കാഴ്ചപ്പാടില്ല. പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കേണ്ടതില്ല, പണ്ഡിതന്മാരോട് അന്വേഷിക്കേണ്ടതില്ല. ടെക്സ്റ്റൈൽസിൽ കയറുക, എന്റെ മനസ്സിന് യോജിക്കുമെന്ന് കണ്ടാൽ ഞാൻ കാശ് കൊടുത്തത് വാങ്ങുക, ഉപയോഗിക്കുക. അതിലപ്പുറം പള്ളിയിലെ ഉസ്താദിന് എന്ത് പറയാൻ, ഇസ്ലാമിനെന്ത് പറയാൻ, ഇസ്ലാമിനെന്ത് കാഴ്ചപ്പാട്? ഈ ഒരു അപകടകരമായ പ്രവണത ആധുനിക മുസ്ലിങ്ങളെ ഇന്ന് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. സഹോദരിമാരോ, പറയാതിരിക്കാൻ വയ്യ. ഇനി റമളാൻ ഒരു 20-25 വരെ അകത്തിരുന്ന് ആരാധനകൾ ചെയ്ത പെണ്ണുങ്ങൾ സുബ്ഹാനല്ലാഹ് 25 കഴിഞ്ഞാൽ മിഠായി തെരുവിലൂടെ തിക്കും തിരക്കുമായി നടക്കുകയാണ്. ടെക്സ്റ്റൈൽസുകളിലൂടെ കേറിയിറങ്ങുന്ന കാഴ്ച രാത്രി നാം കാണാൻ പോവുകയാണ്. രണ്ടു വശമാണ് അവിടെ. ഒന്ന്, ഇസ്ലാമിന്റെ ആചാരപ്രകാരം സ്ത്രീകൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റും കൊണ്ടുവന്ന് കൊടുക്കേണ്ട ബാധ്യത ആ പെണ്ണിനെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെതാണ്. അമോശൻ എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ പിതാവിന്റെ കൈപിടിച്ച് അങ്ങോട്ടേക്ക് എന്ന് പരസ്പരം അഖ്ദ് നടത്തി അമോശന്റെ കൈ പിടിച്ച് ഈ പെണ്ണിനെ ജീവിത പങ്കാളിയെ ഏറ്റെടുത്തതോടുകൂടെ ആ സഹോദരിക്ക് ആവശ്യമായത് കൊണ്ടുവന്ന് കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ഭർത്താക്കന്മാര് പറയും, ഉസ്താദേ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടല്ല, പിന്നെ ഞങ്ങളുടെ സെലക്ഷൻ ഞങ്ങളുടെ ഭാര്യമാർക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താൽ ഭാര്യമാരുടെ മുഖം തെളിയുന്നില്ല, അവർക്കത് സ്റ്റൈലിൽ പോരെ പോലും. ഞാൻ പറയുന്നു, ഡേഞ്ചർ കേസാണ്. എന്തുകൊണ്ട്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചേരുന്നോ ഇല്ലയോ, അവൾക്ക് സ്റ്റൈലുണ്ടോ ഇല്ലയോ, അവൾ ഭംഗിയാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതും അവളുടെ ഭംഗി ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും ആ പെണ്ണിന്റെ ഭർത്താവാണ്. ആ ഭർത്താവിന്റെ കണ്ണിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് യോജിക്കും, നല്ല രസമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇവന്റെ ആ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമായി ആ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് പെണ്ണിന് ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ പിന്നെ ആരിഷ്ടപ്പെടുന്നത് ആ പെണ്ണ് ധരിക്കുന്നത്? അതിന്റെ വരികൾക്കിടയിലൂടെ നാം മറ്റു പലതും വായിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സഹോദരിമാർ, പടച്ചറപ്പിനെ പേടിക്കുന്ന സഹോദരിമാർ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഭംഗിയാകുന്നത്. ആ ഭർത്താവ് എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന വസ്ത്രം അൽഹംദുലില്ലാഹ് 100% എനിക്ക് സമ്മതമാണ്. ഈ അപകടകരമായ ഒരു അവസ്ഥ ഒരു ഭാഗത്ത്. മറ്റൊന്നോ, അന്യപുരുഷന്മാർ കച്ചവടം ചെയ്യുന്ന ടെക്സ്റ്റൈൽസുകളിലേക്ക് കയറി ചെന്നുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ സെലക്ഷൻ നടത്തുന്നത്. വിശുദ്ധ ഇസ്ലാമിൽ ഇതിൽ കാഴ്ചപ്പാടില്ലെന്ന് ആ സഹോദരന്മാർ മനസ്സിലാക്കി വെക്കുന്നത് ചെറുപ്പക്കാരുടെ വേഷം മാത്രമല്ല, മൊത്തം സംസ്കാരം എടുത്തവർ ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ്, മുടിമുറിക്കുന്നിടത്ത്, ജീൻസ് ധരിക്കുന്നിടത്ത്, മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നിടത്തെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങളൊക്കെ കളഞ്ഞു കുളിച്ച് ഏതോ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നിലൂടെ പോകുന്ന കാഴ്ചയായി ഇന്ന് കാണുന്നത് അല്ലേ? ഫാൻസ് ധരിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയണില്ല, പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഫാൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ജീൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പഴകി പുളിച്ച പിന്നെ നിറച്ചു തുടങ്ങിയ താർപ്പായ കൊണ്ടടിച്ചൊരു സാധനം. ഇതാണെങ്കിൽ നെരിയാണിക്ക് താഴെ മുനിസിപ്പാലിറ്റിക്കാരുടെ ചൂല് മോഡൽ സ്വാഭാവികമായും ചളിയും ചേറും ഒക്കെ പെറുക്കിക്കൊണ്ടുപോകുന്ന സൈസ് ഇറക്കത്തിലായിരിക്കുകയും വേണം. എന്നാൽ അതിലേക്ക് ധരിക്കുന്ന ഷർട്ടോ ഒട്ടും ഇറക്കമില്ലാത്തൊരു കുട്ടിക്കുപ്പായോ. ഇതിന്റെ അപകടം മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി മൂത്രപ്പുറയിൽ കയറുമ്പോൾ ഈ ടൈറ്റ് ഫിറ്റ് സാധനം ബാൻഡേജ് ചുറ്റിയതുപോലെ ഇരിക്കും പലരുടെയും തുടയിലേക്ക് നോക്കിയാൽ. ഇത് ധരിച്ചുകൊണ്ട് മൂത്രപ്പുറയിലേക്ക് കയറുമ്പോൾ പൂർണ്ണമായിട്ട് മൂത്രം പോകില്ല എന്ന് ഉറപ്പാണ്. ഒരു പരുവത്തിൽ ഒപ്പിച്ചു വെച്ച് ഷിബഴിച്ചാൽ ബട്ടണഴിച്ച് തെൽക്കാലൊന്ന് മൂത്രമൊഴിച്ച് അവിടെ നിന്നൊന്നും പോയിട്ട് ഇറങ്ങി ഷിബിടുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഓൾഡ് സ്റ്റോക്ക് ഉള്ളതൊക്കെ പിന്നെ പോന്നിട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോ അത് കഴുകുണ്ടാക്കാൻ ഏതായാലും പിന്നെ മെനക്കെടൂലല്ലോ. നേരെ ആ ഒന്നുകോട് കൂടെ അവൻ പള്ളിയിലേക്ക് കയറുകയാണ്. പലപ്പോഴും ഇന്നും എന്റെ കണ്ടുകൊണ്ട് കണ്ടൊരു കാഴ്ച ഞാൻ ശ്രദ്ധിച്ചു നോക്കിയത്, നിസ്കരിക്കാൻ ടൗൺ പള്ളിയിൽ കൂടിയപ്പോൾ പിന്നെ നേരെ പോവുകയാണ്. പോയിട്ട് അവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. സുജൂദിലേക്ക് അവൻ അങ്ങോട്ട് പോകുന്നതോടുകൂടെ
ജീൻസിനും അതുപോലെ തന്നെ ടൈറ്റ് ഫിറ്റ് പാൻസിനൊക്കെ ഒരു സ്വഭാവമുണ്ട്. സാധാരണഗതിയിൽ മുട്ടുപൊക്കളുടെ ഇടയിലാണ് പുരുഷന്റെ അവർക്കെങ്കിലും മിക്കവാറും പൊക്കിളിന്റെ മുകൾ ഭാഗത്ത് പാൻസ് വരാറില്ല. ഇനി ഫ്രണ്ട് ഭാഗത്ത് വന്നാൽ തന്നെ പുറകു ഭാഗത്ത് അതേ നേരിൽ വരാറില്ല, താഴ്ന്നിട്ടായിരിക്കും പാൻസ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവൻ സുജൂദിലേക്ക് അങ്ങ് പോകുന്നതോടുകൂടെ ജീൻസ് പറയും, ഈ അങ്ങോട്ട് പോവാ, എന്നാ ഞാൻ ഇങ്ങോട്ടാണ്. ജീൻസ് നേരെ പുറകിലേക്ക്. ഇതിലേക്ക് ധരിക്കുന്ന ഷർട്ടാണെങ്കിൽ ഇറക്കം കുറഞ്ഞ ഷർട്ടാണ്. ഷർട്ട് പറയും, ഈ അങ്ങോട്ട് പോവാ, എന്നാ ഞാൻ ഇങ്ങോട്ടാണ്. ഷർട്ട് ഇങ്ങോട്ടേക്കും. പിന്നെ പഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെ മരത്തി വെച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, പഴയകാലത്തെ വയസ്സന്മാര് പറയുന്ന കന്നിപ്പുറാക്ക്, നല്ല ഒരു കൈയുള്ള ബനിയൻ ധരിച്ചിട്ടുണ്ടോ നിസ്കാരം സ്വഹീഹാണ്, ഇല്ലെങ്കിലോ അവന്റെ നിസ്കാരം പോലും ബാത്തിലാണ്. ആർക്കാ പിന്നെ നിസ്കരിക്കുന്നത്? പടച്ചറപ്പിനെ പരിഹസിക്കുന്ന നിസ്കാരമാണ്. ഒന്ന്, അവന്റെ മൂത്രമൊഴിച്ചത് ക്ലിയർ ആയിട്ടില്ല. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ഇവന്റെ വേഷവിധാനവും ശരിയല്ല. നോക്കിക്കോ നിങ്ങൾ, എവിടെ നിന്ന് കിട്ടി സംസ്കാരം? വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണോ? അല്ല. ഇതുപോലെ സഹോദരന്മാരെ തലമറക്കുന്ന കാര്യം നോക്കിക്കോ നിങ്ങൾ. +1-നും +2-നും ഒക്കെ പോകുന്ന വിദ്യാർത്ഥിനികൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിന്ന് നോക്കിയാൽ മാധവേട്ടന്റെ മകൾ സാജിദ, മാധവേട്ടന്റെ മകൾ ശൈലജ ഏതാണ്, അലവിയാജിയുടെ മകൾ സാജിദ ഏതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാത്ത മോഡലിലാണ് രണ്ടുപേരും സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നത്. തട്ടമിട്ടിരിക്കുന്നത് തലയിലേക്കല്ല, മറിച്ച് STU അല്ലെങ്കിൽ CITU തൊഴിലാളികളെ പോലെ തോളിൽ ചുറ്റാൻ വേണ്ടിയാണ് നെറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്. രണ്ടാമതോ, ഇത് സ്കൂൾ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഉമ്മമാർക്കുണ്ടൊരാചാരം. പർദ്ദ ധരിക്കും, സുബ്ഹാനല്ലാഹ്, അബായ ധരിക്കും, അതേപോലെ തന്നെ മറ്റ് പലതും ധരിക്കും. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന രീതിയിൽ അല്ല ധരിക്കുന്നത്, ആധുനികതയുടെ ഫാഷൻ എന്ന രീതിയിലാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താ? ഇസ്ലാം അംഗീകരിച്ച രീതിയിലാണെങ്കിൽ ഈ കയ്യിലൂസായ പള്ളിയിലച്ചന്റെ മോഡൽ അബായ ധരിക്കില്ല. കാരണം ബസ്സിൽ കയറിയിട്ട് ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ കണ്ടക്ടർമാർ തൂക്കാൻ വിരിക്കും പെണ്ണുങ്ങളെ, തൂക്കി കൊല്ലാനല്ല, തൂങ്ങിപ്പ് നിൽക്കാൻ വേണ്ടി. അങ്ങനെ പിടിച്ചോ കമ്പി എന്ന അർത്ഥത്തിൽ സ്ത്രീകൾ കമ്പിയിലേക്ക് പിടിക്കുമ്പോൾ അബായ ഒന്നായിട്ട് ഇങ്ങോട്ട് ചാടുകയാണ്, തണ്ടം കൈ സുഖമായിട്ട് പുറത്ത് കാറ്റുകൊള്ളുകയാണ്. ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ ആചാരം തകർക്കാൻ, നല്ല ആചാരങ്ങളുടെ ഉള്ളിലൂടെ കയറിക്കൂടി മനുഷ്യനെ സ്നേഹിച്ചു കൊല്ലാൻ പാശ്ചാത്യനൊരുക്കി വെച്ച കെണിവടയിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാർ അറിയാതെ കുടുങ്ങിപ്പോയതാണ്. വേറെ ചില സ്ഥലത്തോ പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ട്. എംബ്രോയിഡറി വർക്കിനൊന്നും ഞാൻ എതിർക്കണില്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മഫ്ത പോലുമില്ല, മുഖം മൂടി നിൽക്കട്ടെ, മഫ്ത പോലുമില്ല. നല്ലൊരു ഷാൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചുറ്റിയിട്ടുണ്ട്. കുത്തുപോകുന്ന ഖത്തീബന്മാർ തലപ്പാവിന്റെ പുറമെ ഷാൾ ചുറ്റുന്ന പരുവത്തോടുകൂടെ തന്നെ നമ്മുടെ സഹോദരിമാർ. എന്നിട്ടോ മുടി മുടഞ്ഞിങ്ങനെ ചന്തി വരെ തൂങ്ങിക്കടക്കുന്നുണ്ട്, ഈത്തപ്പനക്കൊല പോലെ. അതേ സമയത്തോ ഇതാണെങ്കിൽ ഇവിടെ മാത്രം ചുറ്റിയിട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയാ സഹോദരിമാരെ? ഞാൻ പറയുന്നു, ഇതിലൊന്നും ഇസ്ലാമില്ല എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരിമാർ. ഡ്രസ് എടുക്കുന്നിടത്തെന്ത് ഇസ്ലാം? ഇനി നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് തന്നെ വരാം. അവരെ തലയിലേക്കൊന്ന് നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, മുടി മുറിക്കണം, വളർത്തണം, രണ്ടും ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട്. മുടി വളർത്തുന്നതിന് ഇസ്ലാം എതിരല്ല. പക്ഷേ നോക്കുന്ന രൂപത്തിൽ ചെവിയുണ്ടെന്നൊക്കെ ഒന്ന് തിരിയണമെന്നേ ഉള്ളൂ. ആരെങ്കിലും പറയുമ്പോഴേക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് റേഞ്ചിലുള്ളോടത്തേക്ക് ഫോണും കൊണ്ടോടുന്ന പോലെ മുടി ഒഴിവാക്കുന്ന ഘട്ടം വരരുത്. ഭംഗിയായി എണ്ണയിട്ട് മിനുക്കി വെച്ച് വൃത്തിയോടുകൂടെ ഒതുക്കി വെക്കണം. അതേസമയത്ത് നമ്മുടെ സഹോദരന്മാരോ ചെറുപ്പക്കാർ മുടിവെട്ടുമ്പോൾ പലപ്പോഴും പാവം തോന്നിപ്പോകാറുണ്ട്. എന്ത് നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാ, പക്ഷെ തലയിലേക്ക് അങ്ങ് നോക്കിയാൽ മരംകൊത്തിയുടെ തലയിലേക്ക് നോക്കിയതുപോലെ. എന്ത് സൈഡിൽ നിന്നൊക്കെ മുടി ഇങ്ങനെ എലി വപ്പടം കടിച്ച കണക്കെ മുറിച്ചിട്ടുണ്ട്, ബാക്കി നടുവിൽ കുറെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കണ്ടാൽ തോന്നിപ്പോകും പകുതി കാശ് കൊടുത്തത് കൊണ്ട് ബാർബർ പകുതി വെട്ടിയിട്ട് പോയിക്കോ എന്ന്. ആഫ് ബിരിയാണിക്ക് കഴിക്കുന്നത് പോലെ ആഫ് കട്ടിങ്ങിൽ കുടുങ്ങിപ്പോയതാണോ? അല്ല, ഏതോ സ്പോർട്സ് താരങ്ങളുടെ, സിനിമാ താരങ്ങളുടെ പിന്നിൽ പുറകിൽ ഇവൻ കുടുങ്ങിപ്പോയതാണ്. നാവിൽ നിന്ന് വരുന്ന സംസാരം ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരം ഉണ്ടായിരുന്നു. ബദരീങ്ങളെ കാക്കണേ, അതുപോലെ മെമ്പറന്തങ്ങളെ രക്ഷിക്കണേ, അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് ഡയലോഗുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് അതേ സമയത്ത് മുസ്ലിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത്
മോനെ ദിനേശ വന്നുകൊണ്ടിരിക്കുകയാൾ. ആരെയാ വിളിക്കുന്നത്? അബ്ദുൽ ഖാദറിനെയാൾ വിളിക്കുന്നത്, അഷറഫാൾ. പക്ഷെ വരുന്നത് മോനെ ദിനേശ. എന്തേ? ഏതോ ഒരു ഹൈവാൻ എന്നോ പറഞ്ഞിട്ട വാക്കാൽ. അതിന്റെ പുറകിൽ നമ്മൾ അങ്ങനെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? നോക്കൂ നിങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കും, ഇസ്ലാമിന് ഇതിലൊക്കെ ഇട്ടെന്ത് ബന്ധം? ദുനിയാവ് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ അതിന്റെ അവസ്ഥകൾ ഉണ്ടാകൂലേ? ഖുർആൻ പഠിപ്പിക്കുന്നു, ദുനിയാവിൽ ജീവിച്ചാൽ മതിയോ? നാളെ മരിച്ചു റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പോകണമെന്ന ബോധം നിനക്കുണ്ടാകണം. അവിടെ നിന്റെ ജീവിതത്തിന്റെ ഹറക്കാത്ത് കളെ കുറിച്ച് മുഴുവനും അല്ലാഹു ചോദിക്കുമ്പോൾ നിൻ പൂർണ്ണമായ മുസ്ലിമായെങ്കിലേ അവിടെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ അർത്ഥത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമും നമ്മളുമായിട്ടുള്ള ബന്ധം കേവലം ഒരു 5 വഖത്ത് നിസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതേതായാലും ഇപ്പൊന്ന് സജീവമായിട്ടുണ്ട്. പഴയക്കാലത്തെ അപേക്ഷിച്ച് നിസ്കാരവും നോമ്പും നോമ്പ് തുറയും ഇഫ്താർ പാർട്ടികളും അത് കൂടിയിട്ടപ്പ തകരാറ്. ഇഫ്താറുകൊണ്ട് ഇഫ്താർ, നോമ്പൊൽക്കാത്ത ആൾക്കാർ നോമ്പൊൽക്കാത്താർ വിളിച്ചിട്ടാണ് ഇഫ്താർ മീറ്റൊക്കെ നടത്തുന്നത്. ഇപ്പം ആ രൂപത്തിൽ ഇഫ്താറൊക്കെ പിടുത്തം വിട്ടുപോയതാണ്. അങ്ങനെ ഇഫ്താറും അതുപോലെ തറാവീഹും നിസ്കാരമൊക്കെ വളരെ ഉഷാറാണ്. പക്ഷേ അതിൽ മാത്രം ഇസ്ലാമിനെ ഒതുക്കി നിർത്തുന്നു. 5 വഖത്ത് നിസ്കാരത്തിൽ മാത്രം ഇസ്ലാമിന്റെ ആചാരം. അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമേ അല്ല. ഉദാഹരണത്തിന് നോക്കിക്കോ നിങ്ങൾ, ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ജീൻസും ഈ പറഞ്ഞ മുടിയും അതിന്റെ പുറമേ ചില കോലത്തോടുകൂടെ കണ്ടാൽ മുസ്ലിമാണോ അല്ലേ തിരിച്ചറിയുന്നില്ല. പിന്നെ ഇവൻ പള്ളിയിൽ കയറിയാണ്. പള്ളിയിൽ കയറി ഉദുവൊക്കെ എടുത്ത ശേഷം പള്ളിയിൽ നിന്ന് മുസ്ലിമാകുവാണ് ഇവൻ. എന്തേ? പണ്ടൊക്കെ പൊന്നാനിയിൽ പോയിട്ട് ആ തൊപ്പി കിട്ടിയിരുന്നേ, ഇപ്പൊ പള്ളി കയറിയിട്ട് തൊപ്പിയിടലാണ്. അവിടെ ആരോ വഖഫ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓല കൊണ്ട് മടഞ്ഞ തൊപ്പി ഉണ്ടാവും. ഈ തൊപ്പി എടുത്ത് തലയിൽ കഴുത്തും. ഓ, ഞാൻ ഇപ്പൊ മുസ്ലിം ആയിട്ടുണ്ട്. ഈ അടിച്ചു വരുന്ന പേനസോ അത് കൈ കൊണ്ടൊന്ന് മടക്കി വെക്കും. അൽഹംദുലില്ലാഹ്, എള്ളിന്റെ മണി ഇട്ടോളം തൂരം, അത്രയെങ്കിലും ആയി. പള്ളി കയറുമ്പോ നെരിയാലിന്റെ മുകളിലൊന്ന് എടുത്തു വെച്ചു. ഇനി മടക്കി കുത്തുന്ന ആളുകളോ അതും അങ്ങനെ തന്നെയാണ്. ചെറുപ്പക്കാരെ മാത്രം കുറ്റം പറയണ്ട. നമ്മളൊക്കെ വാളിന്റെയും മറ്റു സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നടത്ത റാഹത്താവണോ, തുണി ഒന്ന് മടക്കി കുത്തി ഉഷാറായിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. അതിന് ഉഷാറും ഞങ്ങൾ ജില്ലക്കാരാ. ഏത്? മലപ്പുറം കുത്തിങ്ങോട്ട് കുത്തിയാൽ ട്രൗസറിന്റെ പോക്കറ്റ് അടക്കം ഇങ്ങനെ തൂങ്ങിയിട്ട് കറവുള്ള ആടുകൾ അകിട് തൂങ്ങിയതുപോലെ കാണും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ട്രൗസറിന്റെ പോക്കറ്റ്. ഈ രീതിയിൽ മടക്കി കുത്ത്. ഞാൻ പറയും ഇതും അനാചാരമാണ്. കാരണം സഹോദരിമാര് തലമറക്കാത്തതിന് ആക്ഷേപിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരും ഉപ്പമാരും ഏതു പ്രകാരം സ്ത്രീ തലമറക്കാതിരിക്കാൻ നിഷിദ്ധമാണോ അതുപ്രകാരം ഇവന്റെ മടക്കുത്തും നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? മുട്ടുപോക്കളുടെ ഇടയിലുള്ള സ്ഥലം മൊത്തത്തിൽ അവർത്താണ്. പക്ഷെ കിതാബിൽ അർത്ഥം വെച്ചു കൊടുക്കുന്നിടത്തോ മനസ്സിലാക്കുന്നിടത്തോ ചില ആളുകൾക്ക് ഫാൾട്ട് പറ്റാറുണ്ട്. കിതാബിന്റെ ഇബാറത്തുള്ളത് മാബൈന സുറത്തി വർ റുക്ബത്തി എന്നാണ്. അതിന് ഉസ്താദുമാർ അർത്ഥം വെച്ചു കൊടുക്കും, മുട്ടുപോക്കളുടെ ഇടയിലുള്ള ഒന്ന് അവറത്താണ്. അപ്പൊ ഇവർ മനസ്സിലാക്കുമോ മുട്ടുപോക്കളുടെ ഇടയിലുള്ള ഒന്നേ അവറത്തുള്ളൂ, ബാക്കില്ലേ കുഴപ്പമില്ല. ആ ഒന്നിന്റെ അർത്ഥം മുട്ടുപോക്കളുടെ ഇടയിലുള്ള ആ ഒരു പ്രദേശം എന്നാണ്. എങ്കിൽ തുടയടക്കമുള്ള പ്രദേശം ആ അവറത്തിൽപ്പെട്ടു എങ്കിൽ ആ മടക്കി കുത്തും അനാചാരം തന്നെ. ഇരിക്കട്ടെ, പള്ളിയിലേക്ക് കയറുന്നതോടുകൂടെ ആ മടക്കി കുത്തും അവൻ അഴിച്ചിട്ടു, തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ഇപ്പൊ കണ്ടാൽ ഒരു മാപ്പിള പെണ്ണ് പ്രസവിച്ച മോനാ. ഇപ്പൊ ഏകദേശം തോന്നും. പക്ഷേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇത് സലാം വീട്ടുന്നതോടുകൂടെ അവൻ ഇസ്ലാം അവിടെ ഊരി വെച്ചു. പിന്നെ പാന്റ് പഴയതുപോലെയായി. നേരെ അവൻ പുറത്തേക്കിറങ്ങിയാൽ പിന്നീട് ഇസ്ലാമിന്റെ സുന്ദരമായ ആചാരം അവനിൽ കാണുന്നില്ല. നോക്ക് നിങ്ങൾ, ഇങ്ങനെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആചാരങ്ങളിലേക്ക് മുസ്ലിങ്ങളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച എല്ലാ രംഗങ്ങളിലും വേണ്ട ആചാരങ്ങളിൽ നിന്ന് രക്ഷിതാക്കൾ പുറകോട്ട് പോയപ്പോൾ അതിന്റെ സൈഡ് എഫക്ട് എന്ന രീതിയിൽ ചെറുപ്പക്കാരും ആധുനികവൽക്കരിക്കപ്പെടാൻ തുടങ്ങിയതാണ്. എവിടെ നിന്നാ ചികിത്സ കൊടുക്കേണ്ടത്? ഒരു കുഞ്ഞ് ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീഴാൻ ഒരുങ്ങുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരം അവനിൽ കൊടുക്കണം. ഏതാണത്? ഒന്നാമതായി തന്നെ
പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് നിക്കാഹ ബന്ധത്തിലൂടെ ബന്ധം ഏറ്റുവാങ്ങി. അവിടെ തുടങ്ങട്ടെ ഒരാചാരം. ഏതാണത്? ഒരു നല്ല പ്രാർത്ഥന. ഒരു നല്ല പ്രാർത്ഥന എന്ന ആചാരം അവിടെ തുടങ്ങണം. എന്തുകൊണ്ട്? ഒരു വലിയ തറവാട്ടിന് അസ്ഥിവാരമിടാൻ പോവുകയാണ്, അതിന് തറക്കല്ലിടാൻ പോവുകയാണ്, തുടക്കം കുറിക്കാൻ പോവുകയാണ്. കോഴിപ്പറമ്പ് തറവാട്ടുകാരിയായ പെൺകുട്ടിയും ആലിപ്പറമ്പ് തറവാട്ടുകാരനായ ആൺകുട്ടിയും രണ്ടാളും തമ്മിൽ ബന്ധപ്പെടുകയാണ്. അതിലൂടെ ഒരു പുതിയ തലമുറ പിറക്കാനിരിക്കുന്നു. അതിന്റെ തുടക്കം കുറിക്കുന്ന നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, എന്റെ മകൾ സുഹ്റാനെ, ഈ ആഭരണ മഹറിന് പകരം നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു, വിവാഹം ചെയ്തു തന്നു, നിക്കാഹ് ചെയ്തു തന്നു, തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ടണയാക്കി തൃപ്തിപ്പെട്ടു തന്നു. ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ വറദീതു ബിഹി, ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഉടനെ വരണം അൽ ഫാത്തിഹ. ഇതെന്താ അൽ ഫാത്തിഹ? ഇതെന്തിനാണ്? ഈ ഒരു ബന്ധം നടന്നു കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ ബറക്കത്ത് വരണം, ഇതൊരു നല്ല ജനറേഷൻ വരണം, ഇതൊരു നല്ല സംസ്കാരമുള്ളവരായിട്ട് വളരണം. അതിന് പടച്ച തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കണം. ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തും അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടങ്ങുക എന്ന പരിപാടി നല്ല ആചാരമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ചര്യയാണ്. ഞാൻ പറയുന്നത്, ഇതൊക്കെ ചില ആളുകൾ അനാചാരമാക്കി മുദ്രകുത്തി. എന്താണ് ആചാരം എന്ന് ചിലർക്കറിയില്ല, എന്താണ് അനാചാരം എന്നറിയില്ല. അവർ മനസ്സിലാക്കിയത് പഴയ കാലത്തുള്ളതൊക്കെ അനാചാരം, പുതിയതൊക്കെ ആചാരം. ഇങ്ങനെ അറബി ചക്ക തിന്ന കണക്കെയാണ് ചില ആളുകൾ ആചാരം മനസ്സിലാക്കിയത്. അറബി ചക്ക എന്ന കഥ നമുക്കറിയാലോ. അതായത് സൗദി അറേബ്യയിൽ നിന്ന് അറബികളൊക്കെ വരാൻ തുടങ്ങുന്ന അക്കാലത്ത് ഒരു സൽക്കാരത്തിലേക്ക് അറബിയെ ക്ഷണിച്ചു പോലും. അങ്ങനെ അറബി ഇരിക്കുന്ന സമയത്ത് നല്ല ചെറുപഴം ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചക്കയുടെ തൊലിയൊക്കെ ഉരിച്ച് ക്ലിയറാക്കിയ നല്ല ചൊളയാക്കി വെച്ച ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴമുണ്ട്. ഇങ്ങനെ കേരളീയ വിഭവങ്ങളൊക്കെ ഉണ്ട്. അറബി വന്നു, നേരെ ഇരുന്നു. ഈ ചെറിപഴത്തിന്റെ മുമ്പിൽ അയാളെ കൊണ്ടുവന്ന ബ്രോക്കർ ഇരുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചക്കയുടെ മുമ്പിലും. അങ്ങനെ ഇത് തിന്നാൻ തുടങ്ങണം. ആദ്യമായിട്ട് ചെറുപഴം കാണുക ആയതുകൊണ്ട് അറബിക്ക് ഇതെങ്ങനെ കഴിക്കണമെന്ന് മനസ്സിലായില്ല. അങ്ങനെയുണ്ടല്ലോ, ചില വലിയ ഹോട്ടലിലൊക്കെ കയറിയാല് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നമ്മളിങ്ങനെ അന്തം മുട്ടുന്നു. പിന്നെ അടുത്തുള്ള ആള് കണ്ടാൽ അത് കണ്ട് ഇത്തിബാവ് ചെയ്യാനാണ് നമ്മള്, അല്ലേ? ഫ്ലൈറ്റിലൊക്കെ ആദ്യമായിട്ട് കയറുന്ന സമയത്തൊക്കെ കുറെ റിപ്പർ ആയുധങ്ങളൊക്കെ ഉണ്ടാവും കൊണ്ടുവന്നിട്ട്. പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിലും മാരകായുധങ്ങളാണ്. ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടത് അല്ലാഹു അലം, അറിഞ്ഞുകൂടാ. പിന്നെ പതുക്കെ എങ്ങനെ പൊട്ടിച്ചോക്കും, ശരി, ഇത് ചായപ്പൊടിയാ, ഇത് അതിലുപ്പാണ്, ഇത് പഞ്ചസാരയാണ്, വേറൊന്ന് ചായയിലേക്ക് ഇടാൻ വേണ്ടി നോക്കുമ്പോ ചായയിലേക്ക് ഇടല്ലേ, അത് മുഖം തുടക്കാൻ ഒരു പേപ്പറാ. അപ്പൊ അങ്ങനെ പല സാധനങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറ്. ഇത് അറിയാത്ത ആളുകള് അറിയുന്ന ആളുകളെ കണ്ട് നമ്മളിങ്ങനെ പഠിക്കലാണ്. ഇതേപോലെ അറബി ഇതിന്റെ മുമ്പിൽ നിന്ന് തിന്നാൻ അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന നമ്മൾ അറബിയെ കൊണ്ടുവന്ന ബ്രോക്കർ അവരാൻ തീരുമാനിച്ചു, ഞാൻ തിന്ന് കാണിച്ചെങ്കിൽ ഇപ്പൊ അറബി തിന്നും. അയാളെ മുമ്പിലുള്ളത് നല്ല ചക്കച്ചോളയാണ്. മൂപ്പര് വേഗം എടുത്തിട്ട് ആ ചോള ഇങ്ങനെ എടുത്ത് തൊലി മാത്രം നിന്ന് കുരു ഇങ്ങനെ അവിടെ ബാക്കിയാക്കി. ചക്ക തിന്നണ്ട അങ്ങനെയാണല്ലോ. ആ അറബി മനസ്സിലാക്കിയോ, ഇങ്ങനെ ഇത് തിന്നണ്ടേ. കാരണം ഏകദേശം ചക്കയുടെ കളറിനോട് തുല്യതയുള്ളതാണ് ഈ ചെറുപഴം എന്ന് പറഞ്ഞ സാധനം. മൂപ്പര് തൊലി ഇങ്ങനെ ഉരിച്ച് കഴമ്പ് അവിടെ വെച്ചിട്ട് തൊലി ഇങ്ങനെ തിന്നൽ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ആട് തിന്നുന്ന സാധനം ഇത് അറബി തിന്നാൻ തുടങ്ങി. ഇത് തിരുത്തി കൊടുക്കാനാണെങ്കിലോ വഷളത്തരം, ആർക്കും അങ്ങനെ ധൈര്യമില്ല. ഏതായാലും ഭക്ഷണം ഒരു വിധം കഴിച്ചങ്ങ് അറബിക്ക് റാഹത്തായിട്ടില്ല. കാരണം തൊലിയല്ലേ തിന്ന് കഴമ്പോടെ വാക്കിയാണ്. ഇയാൾ എഴുന്നേറ്റം ബ്രോക്കർക്ക് ഒരു ബുദ്ധി തോന്നി. എന്തേ, ഏതായാലും ഇപ്പൊ ഇദ്ദേഹം തൊലിയൊക്കെ തിന്നിട്ടുണ്ട്, കഴമ്പോടെ വാക്കി കഴിച്ചു, അതിന് വേസ്റ്റ് ആക്കണ്ട. നേരെ ഇങ്ങോട്ട് എഴുന്നേറ്റ് അറബി ഇരുന്ന സ്ഥലത്ത് വന്നിട്ട് ബ്രോക്കർ ഇരുന്നു. അപ്പൊ അറബി മനസ്സിലാക്കി ഇവിടുത്തെ സംസ്കാരം എങ്ങനെയായിരിക്കും. ആദ്യം ഒരാളുടെ സ്ഥലത്ത് ഇരിക്കുക, പിന്നെ അയാൾ വന്നിട്ട് മറ്റേ സ്ഥലത്ത് ഇരിക്കുക. അപ്പൊ ഞാൻ ഇനി അയാളെ സ്ഥലത്ത് ഇരിക്കണല്ലോ. നേരെ അപ്പുറത്ത് പോയിട്ട് അറബി ഇരുന്നു. ഇയാൾ തൊലി തിന്നിട്ടമാക്കി ചെറുപഴം അറബി പിന്നെ ഈ ബ്രോക്കർ ഇങ്ങനെ കഴിച്ചപ്പോൾ ഈ ബ്രോക്കർ തൊലി തിന്നിട്ട ചക്കക്കുരു ഇങ്ങനെ അറബിയും തിന്നു പറഞ്ഞ് കടിച്ചു മുറിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്,
ഇത് ആചാരം ഇങ്ങനെയാണ് എന്ന് അറബി തെറ്റിദ്ധരിച്ചതുകൊണ്ട് അയാൾക്ക് വന്നൊരബദ്ധ. ചുരുക്കത്തിൽ ആ വീട്ടിലെ ആടുകൾക്ക് ചക്കയുടെ കുരുവും കിട്ടിയില്ല, പഴത്തിന്റെ തൊലിയും കിട്ടിയില്ല. രണ്ടും അറബി നിന്നുപോയി. ഇതുണ്ടായത്. ഇതുപോലെ മുസ്ലിങ്ങളിൽ നടപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കർമ്മങ്ങൾ, നല്ല നല്ല ആചാരങ്ങൾ, ഇതൊക്കെ പഴഞ്ചത്വമാണ്, യാഥാസ്ഥികത്വമാണ്, പൗരോഹിത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് അനാചാരങ്ങളാക്കി മാറ്റി ചിലർ. ചെറുപ്പക്കാർ അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അതിലൂടെ തന്നെ മുസ്ലിങ്ങളെ സംസ്കാരം തകരാനും തുടങ്ങി. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു നിക്കാഹ് കഴിഞ്ഞ വേദിയിൽ വെച്ചിട്ട് അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ വിളി കേൾക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, എന്താപ്പോ ഒരു അൽഫാത്തിഹ? പ്രവാചകൻ ഇങ്ങനെ അൽഫാത്തിഹ വിളിച്ചിരുന്നോ? സിദ്ദീഖുൽ അക്ബർ അൽഫാത്തിഹ ചൊല്ലിയെന്ന് ഹദീസിലുണ്ടോ, ബുഖാരിയിലുണ്ടോ? ചില ആളുകൾക്ക് വല്ലാത്ത ബേജാറ്. എന്താ സംഭവം? അൽഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കർമ്മത്തിന് തുടക്കം കുറിക്കുമ്പോ അതിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ? സമയമുണ്ടോ? ഏതെങ്കിലും നേരമുണ്ടോ? ഇല്ലല്ലോ. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് അല്ലാഹു ഏറ്റതാണ്. പക്ഷേ ആ ചോദിക്കുന്നത് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ചില കാര്യങ്ങളൊക്കെ നാം എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. 3 ആളുകൾ യാത്ര പോകുന്നു. ആ യാത്രക്കിടയിൽ പഴയകാലത്ത് നടന്നുകൊണ്ടുള്ള യാത്ര, മലമുകളിലൂടെയാണ് പോകുന്നത് യാത്ര. നല്ല ശക്തമായ മഴ വന്നു, കാറ്റു വന്നു. ഇവിടെ കയറി നിൽക്കണം. മലയുടെ മുകളിലൂടെയാണ്. നേരെ കണ്ട ഗുഹയിലേക്ക് ഉള്ളിലേക്ക് കയറി. ഗുഹയിലേക്ക് കയറിയപ്പോൾ കാറ്റും മഴയും ശക്തമായി. ഈ ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. 22 കാരറ്റുള്ള ഹദീസാണ്. റസൂൽ അനുയായികൾക്ക് പഠിപ്പിക്കുകയാണ്, ഇത് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരികയാണ്. ഈ 3 പേരും ഗുഹന്റെ ഉള്ളിലെത്തി. ആ ശക്തമായ മഴയിൽ മുകൾ ഭാഗത്തുനിന്ന് പാറക്കല്ലുരുണ്ടുരുണ്ടുവന്ന് ഇവർ താമസിക്കുന്ന ഗുഹാമുഖം അടഞ്ഞു. സുബ്ഹാനല്ലാഹ്, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അതിൽ കടന്ന് മരിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ പടച്ച തമ്പുരാനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടണമെന്ന പ്രതീക്ഷയോടെ അവരെന്തു ചെയ്തു? ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. റബ്ബ്, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം റബ്ബേ. ഇതിനാണ് നമ്മൾ തവസ്സുൽ എന്ന് പറയുന്നത്. ഇടയിൽ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് റസൂലുള്ളാഹി തങ്ങളാ പഠിപ്പിക്കുന്നത്. ആ ദുആ കേട്ട് നടക്കേണ്ട താമസം അത്ഭുതം. മുഖാമുഖം അല്പമൊന്ന് വെളിവാകാൻ തുടങ്ങി. അതോടുകൂടെ പ്രതീക്ഷയുടെ നാമ്പുകൾ അവർക്ക് കിട്ടി. ഇനി ഞാനും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതുപോലെ ഏതെങ്കിലും കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അടുത്ത വ്യക്തിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ ഗുഹ ഒന്നുകൂടെ വെളിവാകാൻ തുടങ്ങി. 3ാമത്തെ വ്യക്തി കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹയിൽ അടഞ്ഞു കിടന്ന കല്ല് അത്യത്ഭുതകരമായി ഗുഹാമുഖത്തുനിന്ന് നീങ്ങിപ്പോയി. ഇതിനാണ് തവസ്സുൽ എന്ന് നമ്മൾ പറയാം. ഇടയില് കാര്യങ്ങൾ നിർത്തിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉമ്മമാരൊക്കെ പഴയ കാലത്ത് ആചാരം ചെയ്തിരുന്നല്ലോ. ഏത്? തവസ്സൽന ബിബിസ്മില്ലാ വബിൽ ഖാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ അലാ യാസീൻ ഹബീബില്ലാഹ്. ഇടയിൽ നിർത്തി ചോദിച്ചപ്പോൾ അല്ലാഹു ഉത്തരം ചെയ്തു. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയും, ഇതും ഇന്ന് ചില ആളുകൾ അനാചാരാക്കിയിട്ട് കണ്ടു. അതേസമയത്ത് ലോകത്താദ്യമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച ആളാരറിയുങ്ങൾ? ആദ്യമായിട്ട് പ്രാർത്ഥന നടത്തിയതാരാ? അബൂന അബുൽ ബഷർ ഹസ്രത്ത് ആദം അലൈഹിസ്സലാം. ഈ ആദം നബി അടക്കം ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച് തവസ്സുലാണ്. മുറൽ ഫാറൂഖ് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ശരിക്കും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. അപ്പൊ ആ ആചാരം ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇരിക്കട്ടെ, ഇതുപോലെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ഉത്തരം കിട്ടാൻ നല്ലൊരു കർമ്മം ഏതാണത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം.
വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഖത്മു തീർക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. തറാവീക്ക് തന്നെ ഇപ്പൊ ആപ്പിലിങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന തറാവീക്ക് പോകാൻ നമ്മളൊക്കെ മടിക്കുന്ന ആളുകളാണ്. എന്ത് അത് ഇനി ഫാസ്റ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആവൂല. അതുകൊണ്ട് തൽക്കാലം അനന്തര കൈഫ് റിപ്പീറ്റ് അടിക്കുന്ന ഇമാമുണ്ടോ അയാൾക്ക് 100 മാർക്ക്. ഞങ്ങളെ പള്ളിയിൽ തറാവീഹ് 9:05 കഴിയും. 9:05 8:45 ഞങ്ങളുടെ പള്ളിയിൽ ഇത്ര അടക്കം സലാം വിട്ടു. ഒരു ഇഞ്ച് മുമ്പിലവനാ നോക്ക് നിങ്ങൾ. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഖുർആൻ മുഴുവൻ ഏതായാലും ഓതാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഉമ്മുൽ കിതാബ് സബഉൽ മസാനി, അതാണ് ഫാത്തിഹ സൂറ. അതൊന്ന് ഓതിക്കൂടെ? അതെല്ലാവർക്കും ബയ്യാത്താക്കി വെച്ചതാണ്, എല്ലാവർക്കും ഇഫ്ളുള്ളതാണ്. അതുപോലെ വിശുദ്ധ ഖുർആന്റെ 1/3 ഭാഗത്തിന്റെ സ്ഥാനമുള്ള സുലസുൽ ഖുർആൻ, അതാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ തൗഹീദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഒന്ന് ഓതിക്കൂടെ? അല്ലാഹുവിന്റെ ഹബീബിന് ചില വിഷമങ്ങളൊക്കെ വന്നപ്പോൾ മന്ത്രിക്കാൻ പറഞ്ഞ് ജിബ്രീൽ പഠിപ്പിച്ച സൂറത്തുണ്ട്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്. ഓതിക്കൂടെ? റബ്ബിന്നാസ് ഓതിക്കൂടെ? ഇത് ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ സമയമറിയാതെ അന്തമിട്ട് നിൽക്കുമ്പോൾ ആത്മീയ നായകന്റെ ഒരു ഉണർത്തൽ ഫാത്തിഹ. എന്താ അതിന്റെ അർത്ഥം? ഇഖ്റഉ വൽ ഫാത്തിഹത. ഈ കൂടിയ നിങ്ങളെല്ലാവരും ഒന്ന് ഫാത്തിഹ ഓതണം. നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കൽപ്പന ഇതേ ഉള്ളൂ. അൽഫാത്തിഹ അൽഫാത്തി ബുഖാരിയിലുണ്ടോ? അത് തപ്പി നോക്കേണ്ട ആവശ്യമല്ല. അത് കല്യാണത്തിന് എല്ലാവരും വന്നിരിക്കുക, ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം കഴിക്ക്, അങ്ങനെ കല്യാണത്തിന് വിളിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് ഭക്ഷണം കഴിക്കാത്തവർ കഴിക്കുക എന്ന് പറഞ്ഞത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണൂല. അത് നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കൽപ്പന, ഇത്രേ അതിനുള്ളൂ. അത് പറ്റുമോ? ഓ ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. വിവരമുണ്ട്, ഇപ്പം ദുആ ചെയ്യും, ഖുർആൻ ഓതേണ്ടി ഉറപ്പാ, ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ ഓർമ്മിപ്പിക്കാം. ഫദക്കിർ. നിസ്കാരത്തിന് ശേഷമോ എല്ലാവർക്കും അറിയാം 33 സുബ്ഹാനല്ലാഹ് വേണം, അൽഹംദുലില്ലാഹ് വേണം, അല്ലാഹു അക്ബർ വേണം. പക്ഷേ ഈ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഫാന്റെ ലീഫ് നോക്കി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇമാം ഉറക്കെ പറയാം, അപ്പൊ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ കഴിഞ്ഞു. ഇനി അഫ്ളൽ ദിക്ർ, അന്തം വിട്ട് പായയുടെ പൊളിക്കും പറിച്ച് നിൽക്കണ്ട, ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഫദക്കിർ. അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഫഇന്ന ദിക്റാ, ഓർമ്മിപ്പിച്ചു കൊടുക്കൽ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കത് ഉപകരിക്കും. ഈമാനില്ലാത്തവനോ ചന്തികുട്ടികൾ പോവുകയും ചെയ്യും. ഇങ്ങനെ തന്നെ വിശ്വാസമുള്ളവരാണോ അവർക്കത് ഉപകരിക്കും, അല്ലാത്തവർക്കും മുനാഫിക്കീങ്ങൾക്ക് അത് പിടിക്കുകയും ഇല്ല. ഇരിക്കട്ടെ, ഈ ഉണർത്തലാണ് അൽ ഫാത്തിഹ. അവിടെ വിശുദ്ധ ഖുർആൻ ഓതുകയാണ്, എന്നിട്ട് സൂറത്തുകൾ ഓതുകയാണ്. ഓതിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ ആത്മീയ നേതാവ് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഈ ഖുർആൻ പാരായണം നീ സ്വീകരിക്കണം. എന്നിട്ടോ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ ബന്ധത്തിൽ നീ ബറക്കത്ത് ചൊരിയണം. ഈ വൈവാഹിക ബന്ധത്തിൽ മാനസികമായ യോജിപ്പ് കൊടുക്കണം. ഇതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നന്നാക്കണം. ഈ തറവാട് ഈമാനികമായ തറവാടാക്കണം. ഒരു ദുആ പഴയ കാലത്ത് ആചാരമാണ്. ഇന്ന് ആ ആചാരം അനാചാരമായി ചിത്രീകരിച്ച് പലരും ദുആ തന്നെ ഇല്ലാതെയാക്കി. ഇതില്ലാതെയാക്കിയവരുടെ കൂടെ നമ്മൾ ജീവിച്ചപ്പോൾ ഇനി ദ്വാരക്കുന്നിടത്തു തന്നെ വേണ്ടതുപോലെ ഇഖ്ലാസ് ഇല്ലാതെയായി. അതല്ല സത്യം. നമ്മുടെ നിക്കാഹ് അടക്കം ബന്ധപ്പെടുന്ന നമ്മൾ സംബന്ധിക്കുന്ന നിക്കാഹിലടക്കം ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കുമ്പോഴും പലർക്കും കൈ പൊക്കാൻ പോലും മടിയാ. കൈ ഇങ്ങനെ തളർന്നു പോവലാണ്. എന്തേ? ഒന്ന് കഥ ദുആയുടെ മര്യാദയാണല്ലോ. പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോ ഒന്ന് പൊക്കിപ്പിടിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുകയാണെന്ന് ബോധ്യം വരുന്ന രീതിയിൽ നിൽക്കണ്ടേ? ഇത് അതേ സമയത്തോ അങ്ങനെ കയ്യെടുക്കാനൊന്നും ആവൂല, എനിക്ക് വേണമെങ്കിൽ തന്നോ എന്ന അർത്ഥത്തിൽ. അള്ളാഹ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ തന്നോളാം, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അല്ലേ? പലപ്പോഴും ആമീൻ പറയുന്നതാണെങ്കിലോ അതിലും വലിയ രസാണ്. എന്ത്? ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കുന്നുണ്ടോ, നമ്മളോ ആമീൻ ആമീൻ ആമീൻ. കുറെ ചൊറിയലും മാന്തലും ചിക്കൻ ഗുണിയ സായുവിനെ കൊതുകിനെ പിടിക്കലും, ഇതാണ് പലപ്പോഴും നമ്മുടെ ഏർപ്പാട്. അതേ സമയത്ത് റഹ്മാനായ റബ്ബ് ഉത്തരം ചെയ്യണോ മനസ്സിൽ തട്ടിയിട്ട് ആമീൻ. പടച്ച റബ്ബേ ഈ ബന്ധം വഷളാവാൻ പാടില്ല, ഈ നിക്കാഹ് വൃഥാവിലാകാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകണം. അതിൽ ജനിക്കുന്ന മക്കൾ ദുനിയാവിൽ ഉപകരിക്കുന്നവരാകണം, ആഖിറത്തിൽ ഉപകരിക്കുന്നവരാകണം. അതിനുവേണ്ടി നടക്കട്ടെ പ്രാർത്ഥന. ആമീൻ.
ഇതൊരു പ്രാർത്ഥന. ഇത് നോക്കിക്കോ നിങ്ങൾ. ഇതിനിപ്പോ വിവാഹത്തിന്റെ രീതിയിൽ മാത്രമല്ല, ഒരു വീടിന് കുറ്റിയടിക്കുക, ഒരു പുരക്ക് തറക്കല്ലിടുക, ഒരു കട ഉദ്ഘാടനം ചെയ്യുക, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു അൽ-ഫാത്തിഹ, ഒരു പ്രാർത്ഥന. ഇത് നല്ലതാണ്, ഇത് ആചാരമാണ്. എന്തുകൊണ്ട്? എന്താണ് ഇപ്പൊ സുന്നത്ത് അല്ലെങ്കിൽ ആചാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന് നിർവചിക്കേണ്ട നമ്മളല്ല, പണ്ഡിതന്മാരിലെ അത് പറയേണ്ടത്. മാ ഖാമ ദലീലു ശറഈ അലൈഹി അന്നഹു ത്വാഅത്തുൻ ലില്ലാഹ്. ഇബ്നു തൈമിയ്യ അടക്കം പറഞ്ഞ ഡെഫിനിഷനാണ് ആചാരത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം എന്ത്? ശരിക്കും മാ ഖാമ ദലീലു ശറഈ അലൈഹി അന്നഹു ത്വാഅത്തുൻ ലില്ലാഹ്. അത് അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനയാണ്, ആത്മീയത ഉണ്ടാക്കുന്നതാണ് എന്നതിന് ശറഅന്റെ തെളിവുണ്ടെങ്കിൽ അത് ആചാരമാണ്, ഇല്ലെങ്കിലോ അനാചാരമാണ്. എങ്കിലിന് തെളിവുണ്ടോ നോക്കിക്കോ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. ഹാക്കിം ഉദ്ധരിക്കുന്നു മുസ്തദറക്കിൽ. എന്താ ഹദീസുള്ളത് കേട്ടോ? ലാ യജ്തമിഉ മലഉൻ, ശരിക്കും കേട്ടോ, ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബാലുഹും ഫയുഅമ്മിനു ബാലുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, 4 മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ ഒരു നേതാവ് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ ആമീൻ പറയുക. ഇതിനാണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറയാം. കൂട്ടപ്രാർത്ഥനയല്ല, രണ്ടും രണ്ടാണ്. കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരൊക്കെ കൂട്ടുകൂടുക. അപ്പൊ ഒരു നേതാവ് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരൊക്കെ ആമീൻ പറയുക. കൂട്ടപ്രാർത്ഥനയോ അത് അപ്പുന എല്ലാവരും കൂട്ടത്തോടെ പ്രാർത്ഥിക്കുക, കൂട്ട ഓട്ടം, കൂട്ട നടപടി, അങ്ങനെ ഒന്നുമില്ല. ഇത് കൂട്ടുപ്രാർത്ഥന. ഒരു നേതാവ് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ ആമീൻ പറയുക. ഇസ്ലാമിന്റെ സംസ്കാരം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ എന്താ ഫാത്തിഹ നമുക്ക് ഓതാൻ അറിയില്ലേ? എത്ര കാലമായി നമ്മൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട്. പക്ഷേ തക്ബീർ കെട്ടി വജ്ജത്തു അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമിന്റെ ലേബിളിൽ അറിയപ്പെടുന്ന എല്ലാ കക്ഷികളും ഇമാം ഓതുന്നു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഇത് ഇമാം അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും കൂടിയിട്ട് ആമീൻ, എല്ലാവരും ആമീൻ പറയുകയാണ്. എന്തേ കാരണം? ഒരു നേതാവ് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെല്ലാവരും ആമീൻ പറയുന്നു. ഇസ്ലാമിന്റെ കൂട്ടായ്മയാണ്, കൂട്ടുത്തരവാദിത്തമാണ്, ഐക്യമാണ്, സ്നേഹമാണ്. പക്ഷേ ഇസ്ലാമിന്റെ സുന്ദര സംസ്കാരം തകർക്കാൻ കച്ച കെട്ടിറങ്ങിയ ജൂതന്മാർ, സിയോണിസ്റ്റുകൾ, അവർക്കിത് സഹിക്കില്ല. അവർ പറഞ്ഞു ആ കൂട്ടുത്തരവാദിത്തം തകർക്കണം. ഒരു നേതാവും ബാക്കി അനുയായികളും പറ്റില്ല, അത് ഒഴിവാക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും പ്രാർത്ഥന ഒഴിവാക്കാൻ തുടങ്ങി. ആദ്യം തുടങ്ങിയത് നിസ്കാരത്തിന്റെ പുറകിൽ നിന്നാണ്. എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ നബി പറഞ്ഞ 2 സമയമുണ്ട്. ഏതാണത്? ഒന്ന് ജൗഫൽ ലൈൽ, പാതിരാ സമയം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ വാള് നിർത്തുന്ന നേരം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. പാതിരാവാളാണല്ലോ പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. വേളൊക്കെ നിർത്തുമ്പോൾ ചുരുങ്ങിയത് 12 മണി എന്തെങ്കിലും ആവും. അവിടെ ദുആ ചെയ്താൽ നല്ല ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. മറ്റൊന്നോ വദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, 5 വക്ത് ഫർളായ നിസ്കാരത്തിന്റെ പുറകിൽ ചോദിച്ചാ കിട്ടും. ആ ചോദിച്ചാ കിട്ടുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി ചോദിക്കേണ്ട രൂപം പഠിപ്പിച്ചു. തുബറാൻ ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ കാണാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മർത്തത്ത് ഉദ്ധരിക്കുന്ന ഹദീസ്. നബി തങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിച്ചു സുബഹി, റസൂൽ ഞങ്ങൾക്ക് സുബഹി നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസ്വാഗിനാ ബാരിക് ലനാ ഫീ മദീനത്തിനാ. അല്ലാഹുവിന്റെ റസൂലാണ് പൊതുവാക്കുകളെ കൊണ്ട് ദുആ ചെയ്യുന്നത് എന്നല്ല. കാര്യമായ മഹാന്മാരൊക്കെ ദ്വേർക്കുമ്പം അപ്പന പരിപാടി ആർക്കുണ്ടാകില്ല. സ്വന്തം കാര്യം അങ്ങനല്ല. ഒരു കൂട്ടുത്തരവാദിത്വം നോക്കിക്കോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി ലോകത്ത് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച ആളാരാ? അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. ആദം നബി പ്രാർത്ഥിച്ചത് എങ്ങനെ? ഖുർആനിൽ പഠിപ്പിച്ചത് റബ്ബി ലലംതു നഫ്സി എന്നല്ല, പിന്നെ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ.
അർച്ചന എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റും. ആ പമ്പർന്നോളം എന്നെ പറ്റിച്ച് ഇനി ഓളെ കാര്യം എനിക്കാകൂല, അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ നോക്കട്ടെ. ഇങ്ങനെയല്ല, റബ്ബന ഞങ്ങളെ രക്ഷിതാവേ, ലലംന ഞങ്ങൾ പ്രവർത്തിച്ചു പോയി റബ്ബേ. കൂട്ടുപ്രാർത്ഥനയാണ്. ഇനി മറ്റൊരു പ്രാർത്ഥന കാണാം ഖുർആനിൽ. ഏതാണത്? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കി അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ചെയ്തു. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കഅബ മന്ദിരത്തിന്റെ പണിക്ക് ഹെൽപ്പറായ തന്റെ മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യും പിടിച്ചു. ഇനി പോകണം നമുക്കൊന്ന് പ്രാർത്ഥന നടത്താൻ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടിയല്ല, ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം അതാ പ്രാർത്ഥിക്കുന്നത്. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. കഅബ മന്ദിരത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇനി ദുആ സമ്മേളനം നടത്തിക്കളയാം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ. എന്റെ ഇത് സ്വീകരിക്കണമെന്നല്ല, ബാക്കിയൊക്കെ അവനവന്റെ നോക്കിക്കോട്ടെ. അല്ല, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. വജഅൽനാ മുസ്ലിമീനി ലകാ, ഞങ്ങളെ മുസ്ലിമാക്കണേ. നോക്ക് നിങ്ങൾ, ഞങ്ങൾ ഈ ഒറ്റക്കൊറ്റക്കുള്ള പരിപാടി ഇതില്ല. സങ്കുചിതത്വമാണ്, ജൂതന്മാരാശയമാണ്. ഇസ്ലാമിന്റെ ആശയം കൂട്ടുത്തരവാദിത്വമാണ്. അതുകൊണ്ടല്ലേ നോക്ക് നിങ്ങൾ, ശരിക്കും ഒരു പള്ളിയിൽ ഇമാമു ദുആ ചെയ്യാൻ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഐക്യമുള്ള ആളുകൾ എണീറ്റ് പോകുന്നില്ല. എന്തുകൊണ്ട്? സലാം വീട്ടിയതോട് കൂടെ ഇമാമന്റെ പണി നോക്കട്ടെ, ഞാൻ എന്റെ ജോലി നോക്കട്ടെ. ഇല്ല, അത് ഞങ്ങൾ ആത്മീയ നേതാവാണ്. ആ നേതാവിനെ പൂർണ്ണമായി ഞങ്ങൾ പിൻപറ്റും, അംഗീകരിക്കും. അദ്ദേഹം എണീറ്റെങ്കിലേ ഞങ്ങൾ എണീക്കും, അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇമാമു ദുആ ചെയ്യാൻ. എന്താ ദുആ? നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. നമുക്കൊക്കെ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അടങ്ങിയ ജാമി ദുആ ഇമാം നടത്തുക. ഒറ്റ ദുആ മാത്രം മതി. നോക്കിക്കോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബസ്, നമ്മളതൊക്കെ കൂടി എന്തേ ഒന്ന് അർത്ഥം വെച്ച് നോക്കി. റബ്ബനാ, ഈ കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും റബ്ബേ. അതിന്റെ അർത്ഥം റബ്ബനാ, ഈ കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും പടച്ച തമ്പുരാനെ. ആത്തി, നീ തരുന്നെ വേണം. നാ, ഈ കൂടിയ ഞങ്ങൾ എല്ലാവർക്കും. ഫിദ്ദുനിയ, ഇവിടെ ഈ ദുന്യാവിൽ. ഹസനത്തൻ, ഇവിടക്ക് വേണ്ടതൊക്കെ. ഇവിടെ ഈ ദുന്യാവിൽ വേണ്ടതൊക്കെ ഈ തരണം. വഫിൽ ആഖിറത്തി, നാളെ അവിടെയും പരലോകത്ത്. ഹസനത്തൻ, അവർക്ക് വേണ്ടതൊക്കെ. എന്താ വേണ്ടത്? എല്ലാം കഴിഞ്ഞു. വഖി, എന്നെ കാക്കണം റബ്ബേ. നാ, ഞങ്ങൾ എല്ലാവരെയും അദാബന്നാർ, നരകാഗ്നിയെ തൊട്ട്. എല്ലാം കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? കടം കൂടലും വളക്കെട്ടിക്കലും വീടുണ്ടാക്കലും പഠിപ്പിലും മാർക്ക് കിട്ടലും SSLC ജയിക്കലും എല്ലാ കാര്യങ്ങളും അതിലടങ്ങുകയാണ്. ഇത് നല്ല ശൈലിയല്ലേ? ഒരു നല്ല ആചാരല്ലേ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇത് എപ്പോഴും നിസ്കാരത്തിന്റെ പുറകിൽ മാത്രമല്ല, 4 മാപ്പിളമാർ ഒരുമിച്ച് കൂടുന്നോ പ്രവാചകർ പഠിപ്പിക്കുന്നു, ഒരാൾ പ്രാർത്ഥിക്കുക, ബാക്കിയുള്ള ഒരു ആമീൻ പറയുക. അത് മറ്റൊരു ഹദീസിൽ കാണാം. ഇദാ ദഅഉതു ഫഅമിനു, ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആമീൻ പറയണം. റസൂലുള്ളാഹി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി ദുആ ചെയ്തു പ്രാക്ടിക്കലാക്കി കാണിച്ചു. എവിടെ? മഹാനായ അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. ആ ഖാദിമായ റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളെ വീട്ടിലേക്ക് റസൂലുള്ളാഹി ദിവസം കടന്നു വന്ന് നോക്കിക്കോ. ആചാരങ്ങളെ, ഇസ്ലാമിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ ഒതുങ്ങി നിൽക്കുന്ന ആചാരം. തുടക്കത്തിലെ ഫാൾട്ട് പറ്റി, ആ ഫാൾട്ടിന്ന് ചെറുപ്പക്കാരുടെ തലയിൽ വരെ എത്തി. തുടക്കത്തിലെ ഫാൾട്ട് ആ മരം കൊത്തിയുടെ തല പോലും ഇന്നാകി മാറാൻ കാരണം. ഇരിക്കട്ടെ, കേട്ടോളൂ. അനസ് പറയുകയാണ്, ദഖല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ വമാ ഹുവ ഇല്ലാ അന വ ഉമ്മി ഹറാം ഖാലത്തി. എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം റസൂലുള്ളാഹി കടന്നു വന്നു. ഞാനും എന്റെ ഉമ്മയും എന്റെ ഇളയവയും അല്ലാതെ മറ്റാരും വീട്ടിലില്ലാത്ത സമയമാണ്. അല്ലാഹുവിന്റെ ഈ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? ഫഖാല ഖൂമൂ ഫലിയുസല്ലി ബിക്കും. നവരി,
എവിടെ നിസ്കരിക്കേണ്ടത് ഞാൻ നിസ്കരിച്ചില്ല. എന്തിനാണ്? എന്നിട്ട് റസൂൽ നിസ്കരിച്ച ആ സ്ഥലത്തിന് ബറക്കത്തുണ്ടായിട്ട് ആ ബറക്കത്തനുസരിച്ചിട്ട് ഇനി ഇത് മുത്തനബി നിസ്കരിച്ച സ്ഥലം, അതുകൊണ്ട് ഞാൻ അവിടെ നിസ്കരിക്കട്ടെ. ആ വീട്ടുകാർക്ക് അതിന്റെ ബറക്കത്ത് കിട്ടണം. ബറക്കത്തോ അനാചാരമാണോ? അല്ല, ആചാരമാണ്. എന്തേ? മഹാന്മാരാകുന്ന ആളുകൾ ഇബാദത്തെടുത്ത സ്ഥലം എന്നല്ല, അവരുമായിട്ട് തൊട്ടതിന് പോലും ഇസ്ലാമിൽ ബറക്കത്താണ്. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അനാചാരം എന്നുള്ള പേരിൽ ബറക്കത്തെടുക്കുന്നതൊക്കെ തള്ളുകയാണെങ്കിൽ ആദ്യം കഅബ ശുദ്ധീകരണം നടത്തേണ്ടി വരും. എന്തുകൊണ്ട്? കഅബയിൽ ചെന്നാൽ 7 ചുറ്റി അവിടെ തവാഫുണ്ട്. ഞാൻ ആക്ഷേപിക്കാനല്ല, എന്റെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ജൂതാശയങ്ങളും സിയോണിസ്റ്റുകളുടെ ആശയങ്ങളും അറിയാതെ നമ്മുടെ ബ്രെയിനിൽ സ്ഥലം പിടിച്ചു പോയിട്ടുണ്ട്. അവര് മനസ്സിലാക്കിയത് ഇതൊന്നും ഇസ്ലാം അല്ല, അനാചാരമാണെന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 വഖത്തുള്ള നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങിയെന്നാണ്. അല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്, ആത്മീയതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഅബ 7 ചുറ്റ് പൂർത്തിയാക്കി തവാഫ് ചെയ്തു. എന്നിട്ട് നേരെ അടുത്ത പരിപാടി എന്താ അറിയും നിങ്ങൾ? മഖാം ഇബ്രാഹിമിനെ ഒന്ന് ബഹുമാനിക്കലാ. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഖബറ. അങ്ങനെയാ? അല്ല, നമ്മൾ സാധാരണ അങ്ങനെയാണ് സി.എം. വലിയുള്ളാന്റെ മഖാം അല്ലേ? ബസ്സിനൊക്കെ ബോർഡ് കാണും സി.എം. മഖാം എന്ന് പറഞ്ഞാൽ സി.എം. വലിയുള്ളാന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത മഖബറ. അപ്പൊ മഖാം ഇബ്രാഹിം, അപ്പൊ ഇബ്രാഹിം നബിന്റെ മഖബറ അല്ല, പിന്നെ എന്താ ഉള്ളത്? ഒരു കല്ല്. അവിടെ പോയ ആളുകൾക്കറിയാം, ഏകദേശം ഇതിനേക്കാൾ ഇത്ര ഉയരത്തിലൊരു കല്ല്. സുബ്ഹാനല്ലാഹ്, ആ കല്ലിനെ ബഹുമാനിച്ചിട്ട് നല്ല ചില്ലിന്റെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനെ? കല്ലിനെ. എന്താ കല്ലിന്റെ പ്രത്യേകത? കഅബ മന്ദിരത്തിന്റെ പണി നടക്കുമ്പോൾ ഈ പടവിനനുസരിച്ച് ഉയരം വെക്കാൻ സാധനമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു പാറയിൽ ഇബ്രാഹിം നബി കയറി അതിനൊരു ഉത്തോലകമായിട്ട് ഉപയോഗിച്ചു. ഒരു ഉത്തോലകമായിട്ട് പൊക്കം കുറഞ്ഞ ആളുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ മേശപ്പുറത്ത് കയറും. ആ സമയത്ത് മേശക്കുള്ള ബഹുമാനം നോക്ക് നിങ്ങൾ. ഈ കല്ലിന്റെ പുറത്ത് ഇബ്രാഹിം നബി അങ്ങോട്ട് കയറി നിന്നപ്പോൾ ആ കല്ലിന്റെ മുകളിൽ, കരിങ്കല്ലിന്റെ മുകളിൽ ഇബ്രാഹിം നബിയുടെ കാലങ്ങ് പതിഞ്ഞു. അതെങ്ങനെയാ? കല്ലിന്റെ മുകളിൽ കാല് മതിയെ? ഇതെന്താ ചതുപ്പ് പ്രദേശ? അല്ലാഹു. അതെങ്ങനെയാ പതിഞ്ഞത്? അതങ്ങനെ അങ്ങനെ അതിനാണ് മൂജത്ത് കറാമത്ത് എന്നൊക്കെ പറയാം. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നടക്കുന്നിടത്തൊക്കെ കാല് പതിയണ്ടേ? അതില്ല. പതിഞ്ഞ കാലിന് മറുപടി പറയാം. മറ്റത് വേറെയാ. അത് പണ്ട് വയസ്സായ ആള് സംശയിപ്പിച്ചതുപോലെയാണ്. 85 വയസ്സുള്ള ഒരാൾ ഡോക്ടറെ അടുത്തേക്ക് പോയി എന്ന് പറയും. എന്തേ അസുഖം? ഈ വലത്തെ കാലൊരു വല്ലാത്ത കടയിൽ, വല്ലാത്ത വേദന. പല ചികിത്സ നോക്കി ഡോക്ടർ മരുന്ന് മാറി എഴുതി, ഒരു രക്ഷയില്ല.